ഗുരുർബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയിലേക്ക് സുസ്വാഗതം. ഇന്ന് ഈ ചാനലിലൂടെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് പ്രധാനമായി ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഓരോ രാശിക്കാർക്ക് വ്യാഴഭഗവാന്റെ മാറ്റം എങ്ങനെ അവർക്ക് ഉപയോഗപ്രദമാകുന്നു അല്ലെങ്കിൽ എങ്ങനെ ദോഷപ്രദമാകുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഗുരുവിൻ്റെ മാറ്റം. ഗുരു എന്ന് പറയുമ്പോൾ എല്ലാമാണ്. അതുകൊണ്ടാണ് ഗുരുത്വ ആകർഷണം ഇല്ലെങ്കിൽ ഭൂമി തന്നെ നിലനിൽക്കത്തില്ല. സർവ്വതവും ഗുരുമയമാണ്. ഗുരു ബ്രഹ്മാവാണ്, ഗുരു വിഷ്ണുവാണ്, ഗുരു മഹേശ്വരനാണ്, സാക്ഷാൽ പരബ്രഹ്മമാണ് ഗുരു. അപ്പോൾ ആ ഗുരുവിന് മാറ്റം ഓരോ രാശി നിന്നുകൊണ്ട് വീക്ഷിക്കും. 12 രാശിയിലും ഗുരു കടന്നു പോവും. ഇതിന് നമ്മളൊരു വ്യാഴവട്ടം എന്ന് പറയും. 12 വർഷം. ഓരോ വർഷമാണ് ഒരു രാശിയിൽ ഗുരുവിൻ്റെ നില. സാക്ഷാൽ ബൃഹസ്പതി മേടൻ രാശിയിൽ നിൽക്കുകയായിരുന്നു. അവിടുന്ന് ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചു. 1199 ആണ്ട് മേടമാസം 18-ാം തീയതി 2024 മെയ് മാസം 1-ാം തീയതി ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചു. 2025 മെയ് മാസം 15-ാം തീയതി വരെ ഈ രാശിയിൽ നിലനിൽക്കും. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇടവൻ രാശിയിൽ നിന്നുകൊണ്ട് ഓരോ രാശിക്കാരെ എങ്ങനെ വീക്ഷിക്കുന്നു, ഏതൊക്കെ രാശിക്കാർക്ക് ഗുണഫലത്തെ പ്രദാനം ചെയ്തു തരും, ഏതൊക്കെ രാശിക്കാർക്ക് ദോഷഫലത്തെ കൊടുക്കും എന്നതാണ് നമുക്ക് ഈ ചാനലിലൂടെ നോക്കി വരുന്നത്. ഇത് നമ്മൾ മകരൻ രാശിക്കാരുടെ ഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോണേ. മകരൻ രാശി എന്ന് പറയുമ്പോൾ രാശികളിൽ വെച്ച് വളരെ പ്രധാന രാശികളിലൊന്നാണ് മകരൻ രാശി. ഇപ്പോൾ ഉത്രാടത്തിൻ്റെ 3/4 ഭാഗവും അതുപോലെ തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതിയും ചേരുന്നതാണ് മകരൻ രാശി. അപ്പോൾ മകരൻ രാശിക്കാർക്ക് വ്യാഴഭഗവാൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചതോടുകൂടി അവർക്ക് വ്യാഴം 5-ലേക്ക് വന്നിരിക്കുകയാണ്. 5 എന്ന് പറയുന്നത് നല്ല സ്ഥാനമാണ്. ദൈവിക സ്ഥാനത്തേക്ക് വ്യാഴഭഗവാൻ വന്നിരിക്കുകയാണ്. സന്താന ഭാവത്തിലേക്ക് വ്യാഴം വന്നിരിക്കുകയാണ്. പിതൃഭാവത്തിലേക്ക് വ്യാഴം വന്നിരിക്കുകയാണ്. ഇപ്പോൾ വ്യാഴം 5-ലേക്ക് വന്നിരിക്കുന്ന ഈ കാലഘട്ടം വളരെ ഐശ്വര്യപ്രദമായ അവസ്ഥകളെ പ്രദാനം ചെയ്തു തരും. ഏതൊക്കെ അവസ്ഥകളുണ്ടാവും? കൊച്ചുകുട്ടികളാണെങ്കിൽ അച്ഛന് ജോലി കിട്ടുക, അച്ഛന് പുരോഗതി ഉണ്ടാവുക, പിതൃസൗഖ്യം അനുഭവിക്കാനിടവരും. ഇപ്പോൾ മകരൻ രാശി ജനിച്ച ഒരു കുട്ടി ആ രാശിയിൽ ജനിച്ചു. ആ കുഞ്ഞിൻ്റെ യോഗം കൊണ്ട് പ്രത്യേകിച്ച് പിതാവിന് ഐശ്വര്യത്തെ കൊടുക്കും. അതേപോലെ അതേ രാശിയിൽ ജനിച്ച മകരൻ രാശിയിൽ ജനിച്ച ഒരാളിന് മക്കളെ കൊണ്ട് വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിന് ശമനം ഉണ്ടാവും. അതുപോലെ സന്താനലബ്ധിയില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് സന്താനലബ്ധിയെ കൊടുക്കും. അവർക്ക് സൽസന്താനത്തിന് ജന്മം കൊടുക്കും. ഈ സമയത്തൊരു സന്താനം ജനിച്ചാൽ അത് സൽസന്താനമായിരിക്കും. 5-ൽ ഭഗവാൻ നിൽക്കുന്ന സമയമാണ്. വിഷ്ണുവിൻ്റെ കൃപയാൽ വിഷ്ണുവിൻ്റെ അനുഗ്രഹം ചൊരിഞ്ഞ് സൽപുത്രൻ അല്ലെങ്കിൽ സൽപുത്രവതിയായി ആ കുഞ്ഞിന് ജന്മം കൊടുക്കും. ആ കുഞ്ഞ് സർവോപരി ശ്രേഷ്ഠ സന്താനമായി മാറും. ബുദ്ധിശക്തിയും സമൂഹത്തിന് ഗുണം ചെയ്യുന്ന സൽസന്താനത്തിന് ജന്മം കൊടുക്കും. അപ്പോൾ അതിന് ഇടവരുന്ന സന്താനലബ്ധിയാൽ വിഷമിച്ചിരിക്കുന്നവർ ഈ രാശിയിലുള്ളവരാണെങ്കിൽ അവർക്ക് സൽസന്താനം ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. അതുപോലെ മക്കളെ കൊണ്ട് വിഷമിച്ചിരിക്കും. മക്കൾക്ക് ജോലി കിട്ടുന്നില്ല, എൻ്റെ കുഞ്ഞിന് കല്യാണം നടക്കുന്നില്ല,
ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വിഷമം വേണ്ട. നിങ്ങൾക്ക് നിങ്ങളെ ആഗ്രഹ സഫലീകരണം ഉണ്ടാവും. മോന് അല്ലെങ്കിൽ മോക്ക് ജോലി കിട്ടും, മക്കളുടെ കല്യാണം നടക്കും, അതുപോലെ പേരക്കുട്ടി ലഭിക്കാതിരിക്കുന്നവർക്ക് പേരക്കുട്ടിയെ കിട്ടും. ഇങ്ങനെയുള്ള സന്താന സംബന്ധമായി അഭിവൃദ്ധി ഉണ്ടാവും. അതുപോലെ പ്രശസ്തിയെ കൊടുക്കുന്ന സമയമാണ്. പ്രശസ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യുന്നതിന് അംഗീകാരം കിട്ടുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുക, അവാർഡുകൾ ലഭിക്കുക, അതുപോലെ പ്രമോഷൻ ലഭിക്കുക, മറ്റ് അഭിമാനിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാവുക. അതുപോലെ ബിസിനസ്സുകാർക്ക് പ്രതീക്ഷിക്കാതെ നേട്ടങ്ങൾ കൈവിടും. അപ്പോൾ അവർക്ക് നേട്ടങ്ങൾ കൈവരും, സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. ഇവയൊക്കെ വരുന്ന ഒരു സമയമാണ് ശരിക്ക് മകരരാശിക്കാർക്ക് ഇതാ വന്നു ചേർന്നിരിക്കണേ. അപ്പോൾ മകരരാശിക്കാർക്ക് വളരെ പുരോഗതിയുടെ കാലഘട്ടം വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സമയത്ത് ഇത്തരം കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിന് വേണ്ടി ഇറങ്ങണം, പ്രയത്നിക്കണം. നമുക്ക് സമയമായി എന്ന് പറയുന്നതിൽ കാര്യമില്ല. സമയത്തെ വേണ്ട രീതിയിൽ പ്രയോഗിക്കുന്നവനാണ് ബുദ്ധിമാൻ. സമയത്തെ വിനിയോഗിക്കണം, നമുക്കത് പ്രാവർത്തികമാക്കിയെടുക്കണം, അതിനു വേണ്ടി പ്രയത്നിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മടിക്കരുത്. മറ്റാൾക്കാർക്കും കൂടി അതേ രാശിക്കാർക്ക് ഗുണങ്ങൾ ഉണ്ടാവാൻ വേണ്ടി അത് സഹായകരമായി തീരും. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് യഥാസമയത്ത് ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുകൊണ്ട് ബെൽ ബട്ടണും കൂടി അമർത്തുക. അതിനൊപ്പം തന്നെ നമ്മൾ ചാനലിലൂടെ കുറേ പ്രോഗ്രാം ചെയ്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നിത്യജ്യോതിഷം. നിങ്ങൾക്ക് ഇന്നത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി എല്ലാ ദിവസവും 6 മണിക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് ഞങ്ങൾ യൂട്യൂബിലൂടെ എത്തിച്ചേരുകയാണ്. നിങ്ങൾക്ക് ഇന്ന് എങ്ങനെയാണ്, ഇന്ന് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾക്ക് മാർഗനിർദ്ദേശം തരാനായിട്ട് നമ്മൾ ചാനലിലൂടെ നിത്യജ്യോതിഷം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭ്യമാവും. അതുപോലെ തന്നെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, യൂട്യൂബ് ലൈവ്. നിങ്ങൾക്ക് 1 മണിക്കൂറോളം സമയം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അതും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി അമർത്തി വയ്ക്കുക. അതുപോലെ വിദേശ മലയാളികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ദുബായിൽ കരാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞ സ്ഥാപനം ഞങ്ങൾ നടത്തുന്നുണ്ട്. അവിടുത്തെ മലയാളികൾക്ക് അവരുടെ സൗകര്യാർത്ഥം വന്ന് കാണാനും എല്ലാ മാസവും ഒരു നിശ്ചിത ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ അവിടുത്തെ മലയാളികൾക്ക് വേണ്ടിയിട്ട് മലയാളികളുടെ പ്രധാന ചാനലായ NTV ചാനലിൽ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എല്ലാ സൺഡേയും 12 മണി മുതൽ 1 മണി വരെ യൂട്യൂബ് ലൈവ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എല്ലാ മകരരാശിക്കാർക്കും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.